CPM-ന്റെ നേതാക്കൾ ആരും പ്രതികരിച്ചിട്ടില്ല. അവർക്ക് ബോധ്യമായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് വരെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അവർക്ക് പിഴവ് പറ്റി എന്ന് അവർക്ക് ബോധ്യമായി. ഇതൊരു അന്വേഷണ റിപ്പോർട്ടാണ്. ഇതുവരെ ഈ കേസ് നശിപ്പിക്കാൻ 8 കോടി രൂപയിലധികം ചെലവഴിച്ചിട്ടുണ്ട് CMRL കമ്പനിയും വീണ വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ. വളരെ സിമ്പിളായിട്ട് പറയാം, ഞാനും നിങ്ങളും തമ്മിൽ ഒരു എഗ്രിമെൻറ്റ്, എൻ്റെ കമ്പനിയുടെ IT കാര്യങ്ങൾ നോക്കാൻ നിങ്ങളൊരു എഗ്രിമെൻറ്റ് വെക്കുന്നു. നമ്മൾ തമ്മിൽ സ്വാഭാവികമായും എൻ്റെ കമ്പനിക്ക് ഇന്ന ആവശ്യമുണ്ട് എന്നൊരു മെയിൽ, സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് IT കമ്പനിയും ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയും തമ്മിൽ മെയിൽ അല്ലെങ്കിൽ ഫോൺ വിളിച്ച് പറയല്ല ചെയ്യുന്നത്. എൻ്റെ കമ്പനിക്ക് ഇന്ന ആവശ്യമുണ്ട്, ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ഫർണിഷ് ചെയ്യണം. അവരത് ചെയ്തതിന് ശേഷം തിരിച്ചയക്കും, എന്താണ് ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു, ഇത്ര ദിവസം ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഇവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല. പൈസ വാങ്ങിച്ച് പോക്കറ്റ് ഇട്ടിട്ടുണ്ട്. മാത്രമല്ല 13.32 കോടി രൂപ, ഞാൻ പറയാൻ വിട്ടു, 13.32 കോടി രൂപ ഇവിടെ നിന്നും വിദേശത്തേക്ക് ഈ കാലഘട്ടത്തിൽ 182 കോടി രൂപയിൽ നിന്നും കടത്തപ്പെട്ടിട്ടുണ്ട്. അത് കരിമണൽ കർത്തയുടെ മകൻ്റെ പേരിലേക്കാണ് പോയിട്ടുള്ളത്. ആ പൈസ പലർക്ക് വിതരണം ചെയ്യാനായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിനെ സംബന്ധിച്ചും കൂടുതൽ അന്വേഷണം ഇനി നടത്താൻ കഴിയുന്ന ഇടിക്കുകയാണ്. ആ പൈസ എങ്ങോട്ട് പോയെന്ന് ഞാനിപ്പോൾ എനിക്കറിയാം, എനിക്ക് ബോധ്യമുണ്ട് അത് എങ്ങോട്ട് പോയിട്ടുണ്ടെന്ന്. പക്ഷേ അത് ഞാൻ പറയുന്നത് ശരിയല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ വീണയുടെ മുൻ ബന്ധുവിൻ്റെയും പേരിലുള്ള അക്കൗണ്ടിനെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങളിൽ അവിടെ നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻ ഞാൻ പറഞ്ഞില്ലേ, പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിൽ നിന്നും ലാവലിൻ ഉൾപ്പെടെയുള്ള കമ്പനികളിൽ നിന്നും ആ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട്. ഇതൊന്നും ഞാൻ ഇത്രയും വർഷമായി ഇത് പറഞ്ഞിട്ട് എനിക്കെതിരെ എന്താ നിയമ നടപടി സ്വീകരിക്കാത്തത്? എനിക്കെതിരെ ഇന്നലെ പ്രതികരണം നടത്തിയല്ലോ ഷോൺ ജോർജ്, പറയുന്നത് തെറ്റാണ്. എനിക്ക് അങ്ങനെ ഒരു അക്കൗണ്ട്, അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിന് അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല. എന്നിട്ട് എനിക്കെതിരെ കേസ് കൊടുക്കുക, എനിക്കത് പോയി എടുത്തുകൊണ്ട് എളുപ്പമുണ്ട്. എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എനിക്കെതിരെ കേസ് ഫയൽ ചെയ്യട്ടെ. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും മുഖ്യമന്ത്രിയും ഞാൻ ഈ കാര്യത്തിൽ സംവാദത്തിന് തയ്യാറാണ്. നിങ്ങൾ പറയുന്ന ഏത് കാര്യത്തിനും ഇത് എനിക്ക് മറുപടിയുണ്ട്, രേഖകളുണ്ട്. അത് കൃത്യമായി മുഖ്യമന്ത്രിക്ക് മുമ്പിൽ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പൊതുസമൂഹത്തിന് എവിടെയും ഈ വിഷയം പൊതു ചർച്ചയ്ക്ക്, ചാനൽ ചർച്ചയിലിരിക്കുമ്പോൾ അവർ പറയുന്നതിന് മറുപടി പറയാൻ കഴിയില്ല. കാരണം അവരെന്താ പറയുന്നത് അവർക്ക് തന്നെ അറിയില്ല. നിങ്ങൾക്കറിയാം, ഇന്നും ഇന്നലെയും ഒന്നും CPM-ന്റെ നേതാക്കൾ ആരും പ്രതികരിച്ചിട്ടില്ല. അവർക്ക് ബോധ്യമായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് വരെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അവർക്ക് പിഴവ് പറ്റി എന്ന് അവർക്ക് ബോധ്യമായി. ഇതൊരു അന്വേഷണ റിപ്പോർട്ടാണ്. ആ അന്വേഷണ റിപ്പോർട്ടിൽ ഒരു കേന്ദ്ര ഏജൻസി നടത്തിയ അന്വേഷണ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി സേവനം നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇനി എന്താ പറയുക, അവർക്ക് പറയാൻ കഴിയുക? ഇത് രാഷ്ട്രീയമാണ്. എന്തു പറഞ്ഞാലും രാഷ്ട്രീയമാണെന്ന് പറയുന്നവരോട് എന്ത് പറയാനാണ്? പിന്നെ നിയമ നടപടി, അതേ നമുക്ക് ചെയ്യാനുള്ളൂ. ആ നിയമ നടപടിയിലൂടെ തന്നെയാണ് ഞാൻ മുമ്പോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെ എന്നെ എൻഡോസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞെന്നോ അല്ലെങ്കിൽ എന്നെ അല്ല നിങ്ങളെയല്ലേ പറഞ്ഞത്. അത് സ്വാഭാവികം. ഞാൻ പറയുന്നു അവർക്ക് അത് ഞാൻ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഞാൻ ഈ കേസ് ഹൈക്കോടതിയിൽ, ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് അർജൻറ്റ് പെറ്റീഷൻ മൂവ് ചെയ്യുന്നതിന് ചില പരിമിതികളുണ്ട്. അത് ചിലപ്പോൾ 16-ാം തീയതി ആവും. പക്ഷേ കോടതിയിൽ ഫയൽ ചെയ്യുമ്പോൾ അത് പബ്ലിക് ഡൊമൈനിൽ നിങ്ങൾക്ക് അവൈലബിൾ ആവും. അപ്പോൾ ഞാൻ പറയുന്നു, അല്ലെ ഞാൻ പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ അവർ നിയമപരമായ നടപടി സ്വീകരിച്ചാൽ അവിടെ എനിക്ക് ഹാജരാക്കാം. എനിക്ക് മാധ്യമങ്ങളുടെ മുമ്പിൽ പറയുമ്പോൾ എനിക്ക് മാത്രം ലഭ്യമായ ഒരു പരാതിക്കാരൻ എന്നല്ല എനിക്ക് മാത്രം കോടതി അനുവദിച്ചു തന്ന രേഖ ഞാനത് പൊളിറ്റിക്കലി യൂസ് ചെയ്യുന്നത് തെറ്റാണ്. ഞാനൊരു പത്രസമ്മേളനം നടത്തായിരുന്നു. എന്താണ് എൻ്റെ കയ്യിൽ ഇത് കിട്ടിയിട്ട് 3 ദിവസമായി. ഞാൻ എന്തുകൊണ്ട് നിങ്ങളെ കണ്ടില്ല? കാരണം എനിക്കത് നിങ്ങളുടെ മുമ്പിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഈ കേസിൻ്റെ മുമ്പോട്ടുള്ള നടത്തിപ്പിന് ഈ രേഖകൾ ആവശ്യമാണ്. പക്ഷേ അവർ ഇന്നലെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയപ്പോൾ ഇതിന് ഞാൻ മറുപടി പറഞ്ഞില്ല എങ്കിൽ അത് അവർ പറയുന്നത് സത്യമാണോ എന്ന് കേരള ജനത തെറ്റിദ്ധരിക്കും. അതിനെ ന്യായീകരിക്കാൻ സഹാക്കന്മാർ രംഗത്തിറങ്ങും. അപ്പോൾ സ്വാഭാവികമായും ഞാനിത് സഹാക്കന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി ഞാനിപ്പോൾ നിങ്ങളെ കണ്ടത്. കാരണം അവർ കൂടെ കുഴിയിലാകാൻ പാടില്ല. അല്ല, വിൽപ്പന നേരത്തെ തുടങ്ങിയാണ്. ലാവിലും കാലം മുതൽ ഈ ബന്ധമില്ലേ? 1995 മുതൽ വിവിധ സാമ്പത്തിക ഇടപാടുകളുണ്ട്. 2016 മുതൽ ഞാൻ പറയട്ടെ, പ്രതിപക്ഷത്തിരിക്കുന്ന ഞാൻ പിണറായി വിജയനെ മാത്രമല്ല പറയുന്നത്, പ്രതിപക്ഷത്തുള്ള ആളുകൾക്ക് ഇതിനകത്ത് വളരെ നിർണായകമായ പങ്കുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ PC ജോർജോ, എൻ്റെ പിതാവ് ശ്രീ PC ജോർജ് ഇതിനകത്ത് പ്രതിയാണെങ്കിൽ നടപടി സ്വീകരിക്കട്ടെ. അതിനകത്ത് എൻ്റെ പാർട്ടിക്കാരെങ്കിലും കാശ് വാങ്ങിച്ചിട്ടുണ്ടോ? നടപടി സ്വീകരിക്കണം. അല്ലാതെ പിണറായി വിജയൻ്റെ മകൾ മാത്രമല്ല, കേരളത്തെ വിറ്റ് തിന്ന ഒരു വലിയ സംഭവമാണ്, കൊള്ളയാണിത്. ഇതിനകത്ത് ആരൊക്കെ കാശ് വാങ്ങിച്ചിട്ടുണ്ടോ അവരെല്ലാം അനുഭവിക്കണം, അതിനൊരു സംശയം വേണം. ഞാൻ വളരെ സത്യസന്ധമായി പറയട്ടെ, ലാവ്ലിൻ കേസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച ഏത് വർഷമാണ്? 2013. അന്ന് BJP അല്ല ഭരിക്കുന്നത്. പറയട്ടെ, ആ കേസ് ഞാനൊരു കാര്യം, ഞാൻ ഈ കേസിന് 1 വർഷം കൊണ്ട് ഞാൻ അനുഭവിച്ച പ്രതിസന്ധി നിങ്ങൾക്കറിയൂ. ഇതുവരെ ഈ കേസ് നശിപ്പിക്കാൻ 8 കോടി രൂപയിലധികം ചെലവഴിച്ചിട്ടുണ്ട് CMRL കമ്പനിയും വീണ വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ. വന്ന അഭിഭാഷകരുടെ ഞാൻ അന്വേഷിക്കേണ്ട ഈ കേസിൽ ഹാജരായ അഭിഭാഷകരുടെ ഡെയിലി അവർക്ക് കൊടുക്കേണ്ട പണം എത്രയാണ്?
ഞാൻ മുതിർന്ന അഭിഭാഷകരുടെ പേര് ഞാൻ പറയാൻ ശരിയല്ല, നിങ്ങൾക്കറിയാം ആരൊക്കെയാണ് അപ്പയർ ചെയ്തതെന്ന്. അവർക്ക് ഒരു ദിവസത്തെ സിറ്റിങ്ങിന് കൊടുക്കേണ്ട, ഹിയറിങ്ങിന് കൊടുക്കേണ്ട പണം എത്രയാണെന്ന് അന്വേഷിച്ചാൽ എന്നെപ്പോലെ ഒരാൾ എൻ്റെ കുറേ നല്ല അഭിഭാഷകരുടെ സഹായം കൊണ്ടാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത്, അല്ലെങ്കിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല. ലാവ്ലിൻ കേസിലും സമാനമായ കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ ഇടപെടൽ നടത്താൻ, ഉദ്യോഗസ്ഥ തലത്തിൽ ഈ അന്വേഷണത്തെ സ്വാധീനിക്കാൻ വലിയ ഇടപെടൽ നടത്താൻ പിണറായി വിജയൻ ശ്രമിച്ചിട്ടുണ്ട്. അത് പരാജയപ്പെട്ടു ഈ നിമിഷം വരെ. എൻ്റെ വിഷയമല്ലല്ലോ ഞാൻ പറയുന്നുണ്ട്. അത് ഞാൻ ഇപ്പോഴും പറയുന്നു, ലാവ്ലിൻ കേസ് സുപ്രീം കോടതി എടുത്താലും ഒന്നും സംഭവിക്കാനൊന്നുമില്ല. കാരണം 2013 UPA സർക്കാർ അധികാരത്തിലിരുന്ന സമയത്ത് അന്വേഷിച്ച് റിപ്പോർട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നത് അത് എവിടെ എത്തിക്കാൻ പറ്റുന്ന റിപ്പോർട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലേക്ക് വന്നേക്കുന്ന ലാവ്ലിൻ കേസിൻ്റെ പണമിടപാട് സംബന്ധിച്ച് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ ലാവ്ലിൻ കേസിന് വീണ്ടും തെളിവാകും. പക്ഷേ ലാവ്ലിൻ വിടും, പക്ഷേ എൻ്റെ വിഷയമല്ലല്ലോ. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഉണ്ടായ എട്ടാം ക്ലാസ്സിലല്ല, എനിക്ക് 10 വയസ്സുണ്ടായ സംഭവം. അത് എൻ്റെ സർക്കാർ അന്വേഷിച്ചൊരു വിഷയമല്ല. എൻ്റെ UPA സർക്കാർ അയാളെ രക്ഷിച്ചുകൊണ്ട് റിപ്പോർട്ട് കൊണ്ട് അവിടെ സമർപ്പിച്ചിട്ട് അത് ഇന്ന് സുപ്രീം കോടതി എടുത്തിട്ടില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ ഉത്തരവാദിത്വം പറയാൻ പറ്റും? ലോകത്തുള്ള എല്ലാ കേസിനും പിതൃത്വം എനിക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ കുഞ്ഞിൻ്റെ പിതൃത്വമല്ലേ എനിക്ക് കേൾക്കാൻ പറ്റുള്ളൂ. കോടതി ഇറ്റ്സ് എ മാറ്റർ ഓഫ് ജുഡീഷ്യൽ മാറ്ററാണ്. അതിൻ്റെ ഞാനെങ്ങനെ അഭിപ്രായം പറയുക? അതാണ് ജഡ്ജിൻ്റെ സ്വാതന്ത്ര്യം. ആ ജഡ്ജിൻ്റെ നടപടി ശരിയല്ല എന്ന് പറഞ്ഞല്ലേ ഇപ്പോൾ ഹൈക്കോടതി പോയി സ്റ്റേ മേടിച്ചേക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർഡർ വായിച്ചിട്ടുണ്ടോ? 5 ജഡ്ജ്മെൻറ്റ്സ് കോട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഓർഡർ. ആ ഓർഡർ ഒന്നെടുത്ത് വായിച്ച് നോക്കിയാൽ ഒരിക്കലും ആ സ്റ്റേ കിട്ടില്ല. ആ സ്റ്റേ ഒക്കെ വെക്കേറ്റ് ചെയ്ത് പോകും. കാരണം വെക്കേഷൻ കോർട്ടിലൊരു ആപ്ലിക്കേഷൻ വന്നു, സ്റ്റേ കിട്ടി. അല്ലാതെ അതിൻ്റെ മെറിറ്റ്സിലേക്കോ ആ ജഡ്ജി എടുത്ത ഓർഡർ വായിച്ചു നോക്കിയാൽ കൃത്യമായി ആ ഓർഡറിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കയ്യിലുണ്ട് ഓർഡർ, കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കമ്പനീസ് ആക്ട് സെക്ഷൻ 212(15) അനുസരിച്ച് പോലീസ് റിപ്പോർട്ടിനെ റിപ്പോർട്ടായി പോലീസ് ദിസ് റിപ്പോർട്ട് ക്യാൻ ബി കൺസിഡർഡ് സെയിം ലൈക്ക് എ പോലീസ് റിപ്പോർട്ട്, സോ ഇറ്റ് ക്യാൻ ബി അക്സെപ്റ്റഡ് എന്ന് അതും വിവിധ ജഡ്ജ്മെൻറ്റ്സ് കോട്ട് ചെയ്തുകൊണ്ടാണ് ആ ജഡ്ജിൻ്റെ ഉത്തരവ് വന്നിട്ടുള്ളത്. അതിനകത്ത് എനിക്ക് സംശയമൊന്നുമില്ല.